4 ഘട്ടങ്ങളിലായി 111 സീറ്റുകളിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ ചാനലുകളിലൂടെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകൂ എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമാണ്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 126(1)(b) വകുപ്പ് പ്രകാരം പരസ്യപ്രചരണത്തിന്റെ സമയം അവസാനിച്ചതിന് ശേഷം ഇലക്ട്രോണിക് മീഡിയകളിലൂടെ ഒരു പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഏപ്രിൽ 5-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പോ ഏപ്രിൽ 12-ന് വൈകിട്ട് 6 മണിക്ക് ശേഷമോ മാത്രമേ ചാനലുകൾക്ക് മുന്നിൽ ബി.ജെ.പിക്ക് പ്രകടന പത്രിക പുറത്തിറക്കാൻ ആകുകയുള്ളൂ. അച്ചടി മാധ്യമങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമില്ലെങ്കിലും പ്രചരണത്തിന് ഇലക്ട്രോണിക് മാധ്യമങ്ങളെയാണ് ബി.ജെ.പി കാര്യമായി ആശ്രയിക്കാറുള്ളത്. കോൺഗ്രസ് അടക്കം പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടും ബി.ജെ.പിക്ക് ഇതുവരെ പ്രകടന പത്രികയുടെ അവസാന രൂപത്തിലേക്ക് വരാനായി കഴിഞ്ഞിട്ടില്ല. മുതിർന്ന നേതാക്കളും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രകടന പത്രിക വൈകുന്നതിനുള്ള കാരണമെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്ന് വൈകിട്ട് തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാമെന്നൊരു നിർദ്ദേശം ഉയർന്നുവെങ്കിലും നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും എൽ.കെ. അദ്വാനിയും അടക്കം മുതിർന്ന നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് പര്യടനത്തിലായ സാഹചര്യത്തിൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും തിങ്കളാഴ്ച തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാനുള്ള നടപടികളുമായി ബി.ജെ.പി മുന്നോട്ടു പോവുകയാണ്. ഡി. ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.